ശ്രീ അൻവർ സാദത്ത് 10 മിനിറ്റ്. സർ, നാലാമത് ഈ നിയമസഭയിൽ വരുവാനും ഇതുപോലെ പ്രസംഗിക്കാൻ അവസരം നൽകിയ എൻ്റെ പ്രിയപ്പെട്ട ആലുവക്കാരോടുള്ള നന്ദി ഇന്ന് ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്നെ എല്ലാ ഘട്ടത്തിലും ചേർത്ത് പിടിച്ച ഒരു സമൂഹമാണ് ആലുവയിലെ ജനങ്ങൾ. അത് പക്ഷേ എല്ലാ ചിന്താഗതികൾക്കപ്പുറം. സർ, ഈ നയപ്രഖ്യാപനത്തിന് മേലുള്ള പ്രമേയത്തെ ഞാൻ അനുകൂലിക്കുന്നു. സാർ, ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞു നയപ്രഖ്യാപനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ BJPയെ നിശിതമായി വിമർശിച്ചില്ല എന്ന്. ഈ കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദിയുടെ പേര് ഈ അപ്പുറത്തിരിക്കുന്ന അല്ല അന്ന് ഭരണപക്ഷത്തിരിക്കുന്ന അത് നേതൃത്വം കൊടുത്തവരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ നരേന്ദ്രമോദിയുടെ പേരെടുത്ത് വിമർശിക്കാൻ ഇവർ തയ്യാറായിട്ടുണ്ടോ എന്ന് നമുക്കിവിടുത്തെ രേഖകളൊന്ന് പരിശോധിച്ചറിയാൻ സാധിക്കും. സാർ, കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ സാർ ഇവരുടെ നയപ്രഖ്യാപനത്തിൽ എല്ലാത്തിലും ഓരോ പാരഗ്രാഫ് ചെയ്യുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ വിമർശിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങൾ ഒന്ന് നയപ്രഖ്യാപനം പരിശോധിച്ചൊക്കെ അറിയാം. വെറുതെ വന്ന് പുളുവടിക്കാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾ, ഞാൻ പറയാം, ഇതൊന്നും കേരളത്തിൽ നിങ്ങൾ എന്ത് പുളുവടിച്ചാലും കേരളത്തിലെ ജനങ്ങളൊന്നും മൈൻഡ് ചെയ്യില്ല, യാതൊരു സംശയമില്ല. നമുക്കെല്ലാവർക്കും അറിയാം, ഈ സർക്കാരിൻ്റെ നയപ്രഖ്യാപനത്തെ ഞാൻ പുതുയുഗ കേരളം സൃഷ്ടിക്കുന്നതിന് വിഭാവനം ചെയ്യുന്ന സർക്കാരിൻ്റെ നയപ്രഖ്യാപന സാധാരണ ജനതയുടെ ജീവിതത്തെ സ്പർശിക്കുന്നതാണ്. സാർ, പൗരന്മാരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ജനപക്ഷ സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന നടപടികളുടെ ഒരു രൂപരേഖയാണ് ഈ നയപ്രഖ്യാപനത്തിൽ നമുക്ക് നോക്കിക്കാണുന്നത്. കേരളത്തിലെ ജനങ്ങളും വലിയ പ്രതീക്ഷയോടെയാണ് അതിന് നോക്കിക്കാണുന്നത്. സാർ, ഈ സർക്കാർ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ കേരളത്തിലെ ജനങ്ങളോട് സർക്കാരുള്ള പ്രതിബദ്ധതയായി പ്രതിഫലിച്ചിരിക്കുകയാണ്. സാർ, നമുക്കറിയാം, അത് ഓരോ പറഞ്ഞ കാര്യങ്ങൾ. ഇപ്പോൾ KSRTCയിൽ സ്ത്രീകൾക്ക് ഫ്രീ ആയി യാത്രാ സൗകര്യം ഒരുക്കുന്നു. സാർ, അത് വെറുതെ ആ യാത്രാ സൗകര്യം ഒരുക്കുന്നു എന്ന വാക്കുകൾ ഒതുങ്ങുകയല്ല. ആ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ പ്രതിമാസ വരുമാനത്തിൽ അവർ എത്ര കാശാണ് അവർ മാസം നീക്കി വെക്കണമെന്ന് ചിന്തിക്കണം. അത് അവരുടെ വലിയൊരു മുതൽക്കൂട്ടാണ്. അതാണ് KSRTCയെ സത്യം പറഞ്ഞാൽ ഈ കഴിഞ്ഞ 10 വർഷക്കാലം ജനങ്ങൾ നോക്കിക്കണ്ടത് ഒരു ഭയാനകമായ രീതിയിലാണ് നോക്കിക്കണ്ടത്. ഇന്ന് ആ KSRTCയെ കേരളത്തിലെ ജനങ്ങൾ, സ്ത്രീകൾ മാത്രമല്ല എല്ലാവരും ചേർത്ത് പിടിക്കാൻ ഒരു മനസ്സിലേക്ക് നമ്മൾ KSRTCയെ എത്തിച്ചിരിക്കുകയാണ്. ആ KSRTC യാതൊരു സംശയവുമില്ല നല്ല രീതിയിൽ തന്നെ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ KSRTCയെ മാറ്റും. സാറ്, ഈ സർക്കാർ അന്ന് പ്രഖ്യാപിച്ചിരുന്നു വയോജന ക്ഷേമത്തിന് ഒരു പ്രത്യേക വകുപ്പ്. അത് വാക്കുകളിലോ അല്ലെങ്കിൽ മാത്രമായി ഒതുങ്ങിയില്ല. ഇന്ന് ആ പുതിയ വകുപ്പ് രൂപീകരിക്കാൻ വേണ്ടി ഇന്നിവിടെ തീരുമാനമെടുത്തിരിക്കുകയാണ്. സാർ, അത് ഈ ജനങ്ങൾ കൊടുത്ത വാഗ്ദാനം തന്നെയാണ്. ക്ഷേമ പെൻഷൻ 3000 രൂപ ഉയർത്തുകയാണ്. സാർ, ഇത് കേരളത്തിലെ പാവപ്പെട്ടവർക്കും ഈ പെൻഷൻ മേടിക്കുന്ന ആളുകൾക്ക് അത് ഗുണകരമല്ലേ? സാർ, അതുപോലെ തന്നെ കോളേജ് വിദ്യാർത്ഥികൾക്ക് വലിയ പ്രതീക്ഷയല്ലേ? പെൺകുട്ടികൾക്ക് 1000 രൂപയാണ് പ്രതിമാസം വിദ്യാഭ്യാസ സഹായം കൊടുക്കാൻ പോകുന്നത്. ഇത് കേരള വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അത് വലിയ ഒരു സഹായകരമല്ലേ? ആ കുടുംബത്തിന് സഹായകരമല്ല? സാർ, ഉമ്മൻചാണ്ടിൻ്റെ പേര് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. നമ്മുടെ കേരളത്തിൽ നിന്ന് പട്ടിണി സാധാരണ വളരെ കുറവാണ്, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്ന് ചികിത്സിക്കാൻ വേണ്ടിയാണ് ഓരോ കുടുംബത്തിലെ സ്വന്തം ഭർത്താവിനെ, ഭാര്യയെ അല്ലെങ്കിൽ കൂടപ്പിറപ്പിങ്ങളെ ചികിത്സിക്കാനാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ നമ്മുടെ MLA-മാരടുത്ത് അടക്കം ഓടിയെത്തുന്നത്. അവർക്ക് ആശ്വാസകരമല്ലേ സാർ? 25 പ്രത്യേകിച്ചും പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിൽ 25 ലക്ഷം രൂപയുടെ ഒരു സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അത് ഈ കേരളത്തിലെ ജനങ്ങളെ, പാവപ്പെട്ടവനെ, ചികിത്സ തേടുന്നവനെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനമല്ലേ സാർ ഇവിടെ എടുത്തത്? സാർ, യുവ സംരംഭകർക്ക് നമ്മൾ 5 ലക്ഷം രൂപയാണ് പലിശരഹിത വായ്പ കൊടുക്കുന്നത്. അത് വലിയൊരു ആശ്വാസമല്ലേ? ചെറുപ്പക്കാരെ മുഖം തിരിഞ്ഞ സമീപനം ഉണ്ടായ ഈ കഴിഞ്ഞ ഗവൺമെന്റ്
ഇന്ന് നമ്മുടെ ഗവൺമെൻറ് UDF ഗവൺമെൻറ് വന്നപ്പോൾ ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ് വന്നപ്പോൾ ആ ചെറുപ്പക്കാരെ ചേർത്ത് പിടിക്കുന്ന സമീപനമല്ലേ സാർ ഇവിടെ എടുത്തിരിക്കുന്നത്? സാർ, ഓപ്പറേഷൻ തൂഫാൻ കൊടുങ്കാറ്റ് ഇന്ന് കേരളത്തിലെ പഴയ തലമുറയെ കാർന്നു നിന്ന പുതിയ തലമുറയെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ആ ലഹരി എന്ന വലിയ വിപത്തിനെതിരെ ഒരു കൊടുങ്കാറ്റ് പോലെ രമേശ് ചെന്നിത്തല നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പ് ഇന്ന് അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ ഇന്ന് 3 മണിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുകയാണ്. സാർ, നമുക്കറിയാം നമ്മുടെ തലമുറയെ ലഹരി മാഫിയ പിടിമുറുക്കിയിരിക്കുകയാണ്. ഇത് തടയാൻ ഈ കഴിഞ്ഞ ഭരണ കാലത്ത് LDF സർക്കാരിന് സാധിച്ചു. എത്രയോ അടിയന്തര പ്രകാരം PC വിഷ്ണു അടക്കമുള്ള എത്രയോ അടിയന്തര പ്രമേയങ്ങൾ കൊണ്ടുവന്നു. എപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു മനസ്സിലാക്കി, പ്രതിഷേധമുയർത്തി, എന്നിട്ടും ഈ ലഹരിയെ തടയുവാൻ ഈ LDF സർക്കാരിന് സാധിച്ചിട്ടില്ല. അവിടെയാണ് ഇച്ഛാശക്തിയോടെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പും അതുപോലെ എക്സൈസ് വകുപ്പും തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ലഹരി മാഫിയക്കെതിരെ കൊടുങ്കാറ്റ് പോലെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. സാർ, സംയോജിത വിദ്യാഭ്യാസ പദ്ധതി സംസ്ഥാനത്തെ സംയോജിത തുറമുഖ കേന്ദ്രമാക്കി മാറ്റാൻ ഒരു സംയോജിത വികസന പദ്ധതി സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സാർ, ഇത് കേരളത്തിലെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാക്കും. സാർ, അതുപോലെ നമുക്കറിയാം ആർത്തവ അവധി അത് കേരളത്തിലെ സഹോദരിമാർ അത് നെഞ്ചിലേറ്റിരിക്കുകയാണ്. അവർക്ക് വലിയ ആശ്വാസകരമാണ്. സാർ, അതിനെ ചില ആളുകൾ വിമർശിക്കുകയുണ്ടായി. ആ വിമർശനമൊന്നും ജനങ്ങൾ ഇല്ല. പക്ഷേ അത് കേരളത്തിലെ സഹോദരിമാർ വലിയ പ്രതീക്ഷയോടെയാണ് ഇതിനെ കണ്ടത്. അതുപോലെ ആശാപ്രവർത്തകർ നമുക്കറിയാം 3000 രൂപ അവർക്ക് ഉയർത്തി. നമുക്കറിയാം ആശാപ്രവർത്തകരെ കണ്ണുനീരാണ് ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ശാപമുണ്ടായത്. ആ ആശാപ്രവർത്തകരെ വാക്കുകളിൽ ഒതുക്കി നിർത്തില്ല UDF. അവരെ ആദ്യം തന്നെ ചേർത്ത് പിടിച്ചു. അവർക്ക് 3000 രൂപ ഉയർത്തി കൊടുത്തു. അത് കേരളത്തിലെ ജനങ്ങളും ആശാപ്രവർത്തകരും വളരെ സന്തോഷത്തോടെയാണ് അത് സ്വീകരിക്കുന്നുണ്ടായത്. സാർ, അതുപോലെ തന്നെ നമുക്കറിയാം PSC ഉദ്യോഗാർത്ഥികൾക്ക് വലിയ പ്രതീക്ഷയാണ്. സാർ, PSC ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം പരിഗണിച്ച് 300ഓളം റാങ്ക് ലിസ്റ്റ് വരെ കാലാവധി നീട്ടിക്കൊടുക്കുവാൻ ഈ സർക്കാർ തയ്യാറായി. കഴിഞ്ഞ സർക്കാരിൻ്റെ 10 വർഷക്കാലം PSC ഉദ്യോഗാർത്ഥികളുടെ അവരുടെ സമീപനം പൊതുസമൂഹത്തിന് വ്യക്തമായതാണ്. സാർ, അവർ എത്രയോ സമരങ്ങൾ, ശയന സമരങ്ങൾ ഉൾപ്പെടെ ശയന പ്രതിഷേധം അടക്കമുള്ള ഒത്തിരി സമരങ്ങൾ നമ്മൾ കണ്ടു. സാർ, അപ്പോൾ അതൊക്കെ ചെറുപ്പക്കാരോടും ആ PSC പരീക്ഷ എഴുതിയ ആ ചെറുപ്പക്കാരോടുള്ള അവഹേളനമായിരുന്നു ആ സർക്കാർ സമീപിച്ചെങ്കിൽ ഇന്ന് ഈ സർക്കാർ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അവർക്കും വേണ്ടി നിലകൊണ്ടിരിക്കുന്നത്. സാർ, അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ട് അട്ടപ്പാടിയിലെ മധുവിനെ കൊലപ്പെടുത്തി 1-ാം പ്രതി എന്താണ് സംഭവിച്ചത്? വെറുതെ വിട്ടു. ആരുടെ? ഈ കഴിഞ്ഞ LDF ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പിന്റെ വലിയ വീഴ്ചയാണ് നമ്മൾ കണ്ടു. പക്ഷേ ഈ സർക്കാർ അതിനെതിരെ അപ്പീല് പോകാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ കേസ് മാത്രമല്ല, പല പ്രമാദമായ കേസുകളും ഇതുപോലെ വെറുതെ വിടുന്ന സാഹചര്യത്തിൽ ഇനി കോടതികൾ കാണാൻ സാധിക്കും. കാരണം എന്താ? ഇവർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ സാധാരണക്കാരൻ ഒരു പ്രശ്നം വരുമ്പോൾ ആഭ്യന്തര വകുപ്പും ഒക്കെ നോക്കുകുത്തിയായതുകൊണ്ട് പ്രതികൾക്ക് സഹായിക്കുന്ന നിലപാടെടുക്കുമ്പോഴാണ് ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, പ്രതികളെ വെറുതെ വിടുന്നത്. അപ്പം അതുകൊണ്ട് അതിനൊക്കെതിരെ ശക്തമായ നിലപാട് കേരളത്തിലെ ഗവൺമെന്റ് എടുത്ത് മുന്നോട്ട് പോകുന്നത് യാതൊരു സംശയവുമില്ല. സാർ, ഉന്നത വിദ്യാഭ്യാസ രംഗം പാടെ തകർന്നേക്കുകയായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം. ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക്, വിദ്യാർത്ഥികൾക്ക് വലിയ പ്രതീക്ഷയാണ്. നമുക്കറിയാം ഇവിടെയുള്ള വിദ്യാർത്ഥികൾ മറ്റൊരു സ്റ്റേറ്റുകളിലേക്കും മറ്റുള്ള രാജ്യങ്ങളിലേക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന വലിയ സാഹചര്യമാണ് കഴിഞ്ഞ 10 വർഷമുണ്ടായെങ്കിൽ. പ്രിയപ്പെട്ടവർ, നമുക്കെല്ലാവർക്കും അറിയാം ഈ സർക്കാരുകാർ ഉന്നത വിദ്യാഭ്യാസ രംഗം ശ്രീ റോജിയുടെ നേതൃത്വത്തിൽ യാതൊരു സംശയവുമില്ല കേരളത്തിലെ ജനങ്ങൾക്ക്, കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക്, മാതാപിതാക്കൾക്ക് പ്രതീക്ഷയോടുകൂടി നിന്നുകൊണ്ട് ഇവിടെ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. സാർ, അതോടൊപ്പം തന്നെ ഇവർ രാഷ്ട്രീയം പറഞ്ഞു. 2021 മുതൽ ഈ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഇവർക്ക് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റുമോ? സാർ, ജയിക്കാൻ പറ്റിയില്ല. ആകെ ചേലക്കര മാത്രം ജയിച്ചു. ചേലക്കരയിലെ ഭൂരിപക്ഷം ഞങ്ങൾ വളരെ താഴ്ത്തി കൊണ്ടുവന്നു. പക്ഷെ അത് വലിയ വിജയമാണ്. അതിനെ നോക്കിക്കാണുന്നത്. സാർ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് ശക്തമായി താക്കീത് കേരളത്തിലെ ജനങ്ങൾ കൊടുത്തു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഞങ്ങൾ വിചാരിച്ചു നന്നാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് താക്കീത് കൊടുത്തും പഠിക്കാതെ വന്നപ്പോഴാണ് ഇന്ന്
കേരളത്തിൽ 102 സീറ്റോടുകൂടി 41 സീറ്റിൽ നിന്ന് 102 സീറ്റോടുകൂടി UDF അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായത്. ഇവർ രാഷ്ട്രീയമായി ജനങ്ങളിൽ നിന്ന് അകന്നുപോയി. ഞങ്ങൾ LDF തകരണമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇവിടെ ബഹുമാന G. സുധാകരനോട് പറഞ്ഞു, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞു. അത് നിങ്ങളുടെ മനസ്സിൽ അടിവരയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ തെറ്റ് തിരുത്തി മുന്നോട്ട് പോയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഉണ്ടാകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം. പക്ഷേ നിങ്ങൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇന്ന് വീട്ടിൽ പോയി അത് മനസ്സിലാക്കി കേരളത്തിലെ ജനങ്ങളോട് ആ രീതിയിൽ പെരുമാറിയാൽ തീർച്ചയായിട്ടും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഉണ്ടാകുമെന്ന് യാതൊരു സംശയവുമില്ല. അതുപോലെ പുതിയ ജലനയം ഉണ്ടാക്കുവാൻ ഈ ഗവൺമെന്റ് തീരുമാനിച്ചു. നമുക്കറിയാം കുടിവെള്ള പദ്ധതികൾ വരണം. കുടിവെള്ളത്തിന് പല പ്രശ്നങ്ങളും നമ്മുടെ ഇപ്പം ആലുവയിൽ അടക്കമുള്ള പല പ്രദേശത്തുമുണ്ട്. പക്ഷെ അതിന് ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്തില്ല. ആലുവയിൽ തന്നെ 190 MLD പദ്ധതി സർക്കാർ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇല്ല, കുതിരവട്ടം പപ്പു സിനിമ പറഞ്ഞ പോലെ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ അവിടെ 190 MLDയോ അതുപോലെ കേരളത്തിൽ അതുപോലെ ഒത്തിരി കുടിവെള്ള പദ്ധതികൾ ഇതൊന്നും അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഒരു പുതിയ ജലനയം കൊണ്ടുവരുന്നതോടുകൂടി കാർഷികത്തിനായാലും കുടിവെള്ളത്തിനായാലും പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് എൻ്റെ വിശ്വാസം. സാർ, അതുപോലെ ശബരിമല കൊള്ള ഇവിടെ നേരത്തെ ഒരു അംഗം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, അതിന് ആശങ്കയൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ LDF സർക്കാരല്ല ഭരിക്കുന്നത്, UDF സർക്കാരാണ് ഇപ്പൊ ഭരിക്കുന്നത്. ആ ശബരിമല കൊള്ളയിൽ അവിടെ നടന്ന കൊള്ളക്കെതിരെ അതിനകത്ത് ആരൊക്കെ ഉണ്ടെങ്കിലും അവരെ പിടിച്ചകത്താനും ചക്കതായ ശിക്ഷ മേടിച്ചെടുക്കുവാൻ UDF സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അക്ഷരം പ്രതി അത് യാഥാർത്ഥ്യമാക്കും, യാതൊരു സംശയവുമില്ല. ഒരാളെ പോലും അത് രക്ഷപ്പെടുത്താൻ നമ്മൾ സമ്മതിക്കില്ല. കാരണം ഇത് ഒരു വിശ്വാസികളുടെ മാത്രം, കേരളത്തിലെ എല്ലാ വിശ്വാസികളുടെ മനസ്സിനെ പ്രയാസമുണ്ടാക്കിയ കാര്യമാണ് ഈ ശബരിമല കൊള്ള. അതുകൊണ്ട് UDF സർക്കാർ അതിൽ ആരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അത് ഒരാളെ പോലും വെറുതെ വിടില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സാർ അതുപോലെ തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സർക്കാർ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന സർക്കാരാണ്. ബഹുമാനായ VD സതീശൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഈ മന്ത്രിസഭ ഈ ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കും. അവരെ അകറ്റി നിർത്തില്ല. അവരുടെ നിവേദനങ്ങൾ സ്വീകരിക്കും. ആ നിവേദനങ്ങൾക്ക് പരിഹാരം കാണും എന്ന് വലിയ പ്രതീക്ഷ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ആ ജനങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് തന്നെ കേരളത്തിന് വികസനവും കരുതലും യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് VD സർക്കാർ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ നയപ്രഖ്യാപനത്തെ പിന്തുണച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.